ഗൈസ് അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:25 ചേട്ടാ. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി എന്ന് പറയുന്നത് പൊറോട്ടയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചായയുണ്ട് കേട്ടോ. ഏകദേശം ഓർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഡബിൾ ഓർഡറാണ്. ഒന്ന് മസാല ദോശയും ഒരെണ്ണം പുട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. കേട്ടോ നോക്കാൻ പറ്റില്ല. ഒരു 5-10 മിനിറ്റ് താമസിച്ചു കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടെ താമസിച്ചു പോയി. എന്തായാലും ഓർഡർ എടുത്തിട്ടുണ്ട്. കേട്ടോ ഇപ്പം എന്ത് ചെയ്യും? ഒന്ന് ഇതിലേ പോകണം, അല്ലെങ്കിൽ ഇതിലേ പോകണം. ഇതാണ് കുറച്ചുകൂടെ നല്ല വഴി. തിരക്കില്ല, ത്രൂ ആയിട്ട് കയറിയും പോവാം. ഒരു കാര്യം ചെയ്യും, 2 ഓർഡർ കൊടുക്കാണ്ട് കേട്ടോ. അടുത്തടുത്താണ്, അതുകൊണ്ടാണ് എമൗണ്ട് കുറച്ച് കാണിക്കുന്നത്. എമൗണ്ട് ഏകദേശം 90 രൂപ കണ്ടേ കാണിക്കുന്നുള്ളൂ കേട്ടോ. 2 ഓർഡർ കൂടെ ചേർത്ത്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഒരെണ്ണം 1 കിലോമീറ്ററും ഒരെണ്ണം മിക്കവാറും നല്ല ലോങ് ആയിരിക്കും കേട്ടോ. ഒരു 7 കിലോമീറ്റർ അടുത്ത് കാണും. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില വെച്ച് നോക്കുമ്പോഴേ പെട്രോളിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും മുതലാവില്ല. ഒരു 6 കിലോമീറ്റർ ഓർഡറിന് ഒരു 120 രൂപയെങ്കിലും കിട്ടണം, എന്നാലേ ലാഭമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോഴേ. ക്യാമറ ആംഗിൾ ചെറിയ വിഷയമുണ്ട് കേട്ടോ. വിഷയം എന്ന് പറഞ്ഞാൽ ശകലം മേളിലോട്ട് കയറിയിരിക്കും. ശകലം ഏകദേശം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ 26-60. ശരി, രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ളത് വള്ളക്കടവാണ് കേട്ടോ. വള്ളക്കടവ് എന്ന് ഇവിടുന്ന് 8.2 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം, ഒറ്റ വിടക്കം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ഓർഡർ തന്നെ. ഒരെണ്ണം 1 കിലോമീറ്ററും ഒരെണ്ണം 8 കിലോമീറ്റർ അപ്പുറത്തും 9 കിലോമീറ്റർ അപ്പുറത്തും നേരെ വെച്ച് പിടിക്കുക. അപ്പം നിങ്ങളിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് മറ്റേ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെയാണ് മഴയത്ത് ഫുള്ള് വെള്ളം കയറിയത്. ഇവിടെ ഫുള്ള് പാർക്കിംഗ് ഫുള്ള് വെള്ളം കയറി. ഇപ്പം അല്ല, കുറേ നാളുണ്ട്. ഒരു 1.5 വർഷമൊക്കെ ആയി. ഞങ്ങളിവിടെ ഡെലിവറിക്ക് പോയപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം വരുന്നു. കുറേ ദിവസം അടച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റാണ് കയറി പോകുള്ളത്. റൈറ്റ് കയറണം കേട്ടോ. തിരക്കാണ് കേട്ടോ. ഇപ്പോൾ വള്ളക്കടവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും കേട്ടോ മിക്കവാറും പോകണം. കറക്റ്റ് അങ്ങോട്ട് തന്നെ, നമ്മളെ കിംസ് ഹോസ്പിറ്റൽ ആ റൂട്ട്. പെട്ടെന്നുകൊണ്ട് കൊടുക്കണം. ഓൾറെഡി ഒരു കുറച്ച് താമസിച്ചു കേട്ടോ. ഫസ്റ്റ് ഓർഡർ കൊടുത്തോണ്ടിരുന്നോണ്ടേ. ചില നേരത്തെ സൊമാറ്റോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരൂല. ഡബിൾ ഓർഡർ അടിച്ച് വിടും. പക്ഷെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരൂല. അങ്ങനെ കുഴപ്പമുണ്ട്. ഈ കാർ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത് റൈറ്റിലോട്ടാണോ പോണത്? ഓക്കെ, പുള്ളി കണ്ടു കേട്ടോ. കണ്ടോട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് 7.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓർഡർ തന്നെ ലോങ് ആണ്. ഇപ്പം നമ്മൾ 11 to 2 മണി വരെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ടക്കനെ നമ്മളെ സംഭവം മാറ്റി കേട്ടോ. 9 മണിയോട്ടാക്കി. കാരണം ചില സമയത്ത് നമ്മൾ ഇറങ്ങാതിരുന്നിട്ട് സൊമാറ്റോ ഇറങ്ങുന്ന സമയത്ത് 11 മണി തൊട്ട് 3 വരെയുള്ള സമയത്ത് ചിലപ്പം ഇവർ വലിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. വലിപ്പിക്കാന്ന് ഓർഡർ തരില്ല, അല്ലെങ്കിൽ അടിച്ചേതെങ്കിലും ഗുദാബി വിടും, സമയം മൊത്തവും പോകും. മാക്സിമം ഓർഡർ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു.
വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഗൈസ് അപ്പം നേരെ ഹൈവേ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേരെ വെച്ച് പിടിക്കാം. ഇവിടെ 4.8 കിലോമീറ്റർ ഉണ്ട്. ഇനി നമുക്കിത് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. ഇപ്പുറത്തൂടെ ആണെങ്കിലും പോകാമായിരുന്നു കേട്ടോ. കിലോമീറ്റർ കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം. ഈ മേൽപ്പാലത്തിൽ കൂടെ 65 കിലോമീറ്റർ ആണ് കേട്ടോ സ്പീഡ് ലിമിറ്റ്. നമ്മൾ 65 പോകാനില്ല. ഒരു 50-55 പിടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നേരെ അങ്ങ് തമിഴ്നാട്ടിലോട്ട് പോയാലെന്ന് ആലോചിക്കാൻ കളിയിക്കവറ ആ ഭാഗത്തോട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട് കേട്ടോ. ഇതിന്റെ പ്രശ്നമാണ്, ഫുഡിന്റെ പ്രശ്നമാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്. നമുക്ക് പോവാം, എങ്ങനെ വണ്ടി ഇല്ലാതെ വേണമെങ്കിൽ പോവാം, നടന്നാ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചാൽ പോവാം. പക്ഷെ നമ്മളെ പർപ്പസ് അതല്ല. നമ്മളെ വണ്ടി കൊണ്ട്, നമ്മളെ ബൈക്കായാലും കാറായാലും എന്തായാലും നമ്മളെ വണ്ടി കൊണ്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോവാം. അതാണ് നമ്മളെ ആഗ്രഹം. ലിഫ്റ്റ് അടിച്ച് പോകാനെന്നുണ്ടെങ്കിൽ ഈ മുമ്പേ വേണമെങ്കിലും പോവായിരുന്നു. പക്ഷെ നമ്മളെ വണ്ടി കൊണ്ട് നമുക്ക് പിന്നെ എല്ലായിടത്തും പോകണം. ഈ വണ്ടിയല്ല, കാറായാലും പുതിയൊരു വണ്ടിയായാലും എങ്ങനെയായാലും അതാണ് നമ്മളെ ലക്ഷ്യം. ഇപ്പൊ ഹൈവേ ഓടിച്ച് അങ്ങെത്തുമ്പോഴത്തേക്ക് പെട്രോൾ അത്രയും തീരുമെന്നാണ് തോന്നുന്നത്. രാവിലത്തെ ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. 10:05 വള്ളക്കടവാണ് വിളിച്ചത്. വള്ളക്കടവ് ഇവിടെ ആദ്യം സ്ട്രെയിറ്റ് റോഡായിരുന്നു. മറ്റേ പാലം പണിയുന്നതുകൊണ്ട് ഇപ്പം ഡൈവർഷൻ കൊടുത്തേക്കും കേട്ടോ. ഡൈവേർട്ട് ചെയ്ത് പോകണം. അപ്പോൾ 270 മീറ്റർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയാനാണ് കാണിക്കുന്നത് കേട്ടോ. വള്ളക്കടവാണ് പറഞ്ഞത്. നേരെ വെച്ച് പിടിക്കാം. മിക്കവാറും ഇന്ന് ഇവിടെ തന്നെ വോട്ടിങ് കേട്ടോ. ഈ ഭാഗത്ത് തന്നെ ഓടാൻ ചാൻസ്. എയർപോർട്ട് റോഡ് കാണിക്കുന്നത് ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത് കയറി പോകാൻ. അയ്യോ അതെന്താ അങ്ങനെ? ഓ ഇവിടെ സിഗ്നലും ഇതൊന്നും ഇല്ല കേട്ടോ. അന്താരം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. മുമ്പ് കുഴപ്പമില്ലായിരുന്നു, ഇപ്പോഴാണ് പ്രശ്നം. ഇങ്ങനെയുള്ള സമയത്ത് കുഴപ്പമില്ലായിരുന്നു. മാമ റോങ് സൈഡൊക്കെ അറിയോ? ചിലപ്പോൾ റോങ് സൈഡ് ആയിരിക്കില്ല. അപ്പോൾ കറക്റ്റിന് 1.2 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് റൈറ്റ് പിന്നെയും ഹൈവേ കയറാനാണ് കാണിക്കുന്നത് കേട്ടോ. പകുതിയൊക്കെ വരെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനി എത്ര വർഷം എടുക്കുമെന്ന് അറിയാമോ ഈ പണി തീരാൻ? നല്ലൊരു അടിപൊളി ഹൈവേ. ഇതിൻ്റെ പണി പെട്ടെന്ന് തീക്കുന്നതായിരിക്കും നല്ലത്. ഇനി 2 കിലോമീറ്റർ ഇനിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ത്രൂ ആയിട്ട് ഈ ഹൈവേ വഴി അങ്ങ് കയറി പോകാറ്. ഇപ്പൊ പാലം ഇതെല്ലാം കൂടെ പൊളിച്ചിട്ടെങ്കിലോണ്ട് ഇപ്പൊ ഇങ്ങനെ പോക്കോടും. ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് പിന്നെയും റൈറ്റിലോട്ട് പിന്നെയും കയറാം. ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം.
കോടിക്കണക്കിന് രൂപ റോഡ് ടാക്സും അതും ഇതുമൊക്കെ വാങ്ങിക്കും. ഈ പൈസയൊക്കെ എവിടെ പോകണം? ദൈവത്തിന് മാത്രമല്ല. നമുക്ക് അവിടുത്തെ ജംഗ്ഷനിൽ ചെന്നിട്ടാണ് റൈറ്റിലോട്ട് കയറി പോകാനുള്ളത്. ഇങ്ങോട്ട് ഇനി പോകണ്ട, ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നേരെ സ്ട്രൈറ്റ് വിട്ടാൽ. ഇത് നേരെ ഹൈവേയിൽ പോവും, നമ്മൾ നേരെ സ്ട്രൈറ്റ് പോകും. പച്ച പെയിന്റ് അടിച്ച് ഇവിടെ അല്ലേ? അതിലല്ലേ ബ്രൗൺ കേക്ക? ആ കണ്ട് 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 ഓക്കെ. അപ്പൊ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 90 രൂപ 77 പൈസ കിട്ടിയല്ലോ. ഏകദേശം നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കൊമ്പൂസ് ബൈ തലപ്പാക്കട്ടി എന്നാണ്. തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഓർഡർ അടിച്ചത്. മട്ടൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കറക്റ്റ് 1.5 കിലോ, 1.5 കിലോ കറക്റ്റ് 1.5 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. ഭയങ്കര തിരക്കാട്ടോ ഈ പട്ടത്തും ആ ഭാഗത്തെല്ലാം ഭയങ്കര തിരക്ക്. നമ്മളെ രണ്ടാമത്തെ ഓർഡറാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഡബിളായിരുന്നു, രണ്ടാമത്തെ ഓർഡർ നേരെ സ്ട്രൈറ്റ് എടുക്കാൻ പറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ 10:52 കേട്ടോ. 10:52 നേരെ വെച്ച് പിടിക്കുകയാണ്. സ്കൂൾ അവധിയായതുകൊണ്ട് മുരളിയിലെ ഇതാണ് ഷോപ്പാണ് കേട്ടോ. പാല് മാത്രമല്ല എല്ലാ ഐറ്റംസും കിട്ടും എന്ന് തോന്നുന്നു കേട്ടോ. പാല് മാത്രമായിരിക്കില്ല. നമുക്ക് ഇവിടെ ലെഫ്റ്റാണ് പോകാനുള്ളത് കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടെ യൂട്ടേൺ എടുത്ത് വരേണ്ടി വരുമോ? അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ നൈസറിയാം. ഈ തലപ്പാക്കട്ടിക്ക് നമ്മളെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ലാഭത്തിന് കിട്ടും കേട്ടോ. നമ്മളെ ഫുഡ് അവിടെ ഇരിപ്പുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കോംബോയാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ടുണ്ട് 77.40 ടിപ്പ് വന്നിട്ടുണ്ട്. ഇതിന് ക്യാഷ് ഗൈസ്. ആ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞിരമാറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 6.9 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നേരെ വെച്ച് പിടിക്കാം. കാഞ്ഞിരമ്പാറ റൂട്ടിലാണ് കൊടുക്കാനുള്ളത്. സിഗ്നൽ ഇല്ല, പക്ഷെ കയറി പോകാം കേട്ടോ. ഫ്രീ ലെഫ്റ്റ് ആണ്. ഫ്രീ ലെഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കയറി പോകാം കേട്ടോ. നല്ല പൊണ്ണ ചൂരായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് സാധനം, നല്ല ചുവ. കേശവ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ലൊക്കേഷൻ ചെറിയൊരു ഡൗട്ടുണ്ട്, തിരിഞ്ഞു പോയാന്നൊരു ഡൗട്ട്. 69 താനേ? ഹലോ, കേശവ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കേശവ എവിടെയാണ് കൊടുക്കാനുള്ളത്? മേലാണ് കൊടുക്കാനുള്ളത് കേട്ടോ.
ഏകദേശം നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ട്രീറ്റ് ആണ് കേട്ടോ. ഇപ്പം നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് പാർക്ക് ചെയ്തിട്ടേക്കാൻ പാർക്ക് ചെയ്തിട്ടേക്കും പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി പാർക്കിങ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് നടു റോട്ടില്. ഫ്രണ്ടിലോട്ട് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയൊക്കെ സ്ഥലമുണ്ട്. നാളെ റോട്ടിൽ കൂടി പാർക്ക് ചെയ്തിട്ടേക്കും. എന്നാലും ഒരു സാമാന്യ ഒരു ഇത് വേണ്ടേ. ഈ ഫ്രണ്ടിലോട്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ആരായാലും കൊള്ളാം കേട്ടോ, അത് നല്ല പാർക്കിങ്, സൂപ്പർ ഫെന്റാസ്റ്റിക്. അത് സിഗ്നലിൻ്റെ അവിടെ. അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം തോനുണ്ട് കേട്ടോ. ഐറ്റം എന്ന് പറയുമ്പോൾ കാരമൽ കേക്ക്, ബട്ടർ കേക്ക്, ബനാന കേക്ക്, കപ്പ ബിരിയാണി, ഒരു ലോഡുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരു 10,000 രൂപ 1000 രൂപയല്ല, 1000 കൂടുതലുണ്ട് കേട്ടോ. അത് ഇവിടെ അത്യാവശ്യം സെയിൽ കിടക്കുന്ന ഒരു ഷോപ്പാണ്. ഗായ്സ്, അപ്പം നേരെ വെച്ച് പിടിക്കാം. അപ്പൊ കറക്റ്റ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് 5.1 കിലോമീറ്റർ ഉണ്ട്. ഒറ്റ വിടക്കം, നല്ല വിശപ്പ് ഓടിക്കുന്നുണ്ട്. വേറെ നോക്കാതെ ഇവിടെ കേട്ടോ, നല്ല ഒറ്റ വിടക്കം വേണം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് റൈറ്റ് ആണ് പോകാനുള്ളത്. അമ്പലമുക്ക് റൂട്ടാണ് കേട്ടോ, അമ്പലമുക്ക് റൂട്ടാണ്. നേരെ ഒറ്റ വിടക്കം കേട്ടോ, നേരെ ഒറ്റ വിടക്കം കേട്ടോ. ഒറ്റ വിടക്കം വിട്ടാ 4 കിലോമീറ്റർ സുഖമായിട്ട് ഓട്ടിക്കാം. അതേസമയം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, 10ലാണ് കൊടുക്കാറ്. ഗൈസ്, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 62 രൂപ 37 പൈസയാണ് കിട്ടിയത് കേട്ടോ. ഗൈസ്, അപ്പം ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയെന്ന് പറയുന്നത് 444 രൂപ 60 പൈസയാണ്. 8 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൊമാറ്റോയിൽ ഷാഡോയിൽ 171 രൂപ ടോട്ടൽ ഓടിയിട്ടുണ്ട്. 4 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൊമാറ്റോയിൽ 444 രൂപയിൽ 68 രൂപ ഇൻസെൻറ്റീവാണ്, അതുകൊണ്ട് ചേർത്താണ് ഈ എമൗണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ.